പോയി താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദിയല്ലായിരുന്നു. ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്ക് അത് ചോദിച്ചേ പറ്റൂ. അത് പിന്നെ പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോടോ പോയി വല്ല പണിയും നോക്കടോ. നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ അമ്പലപ്പുഴ MLA ജി സുധാകരൻ സാറ്. പഴയ സഖാവാണ്, ഇപ്പോഴും സഖാവാണെന്ന് അവകാശപ്പെടുന്നു. UDFന്റെ ഭാഗമാണെങ്കിലും താൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് പറയുന്നത്. 2 ദിവസമായി അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം മലയാളികൾക്കൊക്കെ അറിയാം. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. കൈരളി ചാനലിന്റെ ഒരു ലേഖകനുമായി ഒരു ഏറ്റുമുട്ടൽ. അതിന്റെ തുടർഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. താൻ പോയി താൻ കൈരളി വരുന്ന ഒരു വർഗീയവാദിയല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോകാൻ പറഞ്ഞത് താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഉച്ചഭക്ഷണ വിതരണമൊക്കെ മുടക്കാൻ ശരിയായ കാര്യമാണോ? ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? സാർ ഇന്നലെ സംസാരിച്ചല്ലേ? ഇതാണ് പത്രക്കാരൻ. ഞാൻ സംസാരിച്ചല്ലോ, താനാണ് സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ട? ഇയാൾ വഴക്കോട്ടൊക്കെ പറ്റിരിക്കുക. ഇന്നലെ അവിടെ കാണിച്ച പോക്കൽ തന്നെ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖനാ, ഓർത്തോണം. എന്റെ അടുത്ത് വന്നേക്കരുത് മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള എഴുതിയോ. താൻ MLA, തന്റെ MLA ഒന്നുമല്ല ഞാൻ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തോ ഒരു തകരാറ് നമ്മുടെ ജി സുധാകരൻ സാറിന് ഇല്ലേ എന്ന് നമുക്ക് ഇന്നലത്തെയും ഇന്നത്തെയും ഈ സംഭവങ്ങളൊക്കെ കണ്ടാൽ നമുക്കൊരു സംശയം തോന്നും. എന്തായാലും സുധാകരൻ സാറിനെ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകന് നേരെ വ്യക്തിയാധിക്ഷേപം നടത്തുക, അദ്ദേഹം വർഗീയവാദിയാണെന്നൊക്കെ ആക്ഷേപിക്കുക, അതെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ എടുക്കുക എന്നല്ലാതെ ഒരു വർഗീയവാദിയല്ലേ താൻ എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ജാതി എന്താ, മതം എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അത് അറിയുമായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം ഈ ലേഖകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും സുധാകരൻ സാറ് തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. അതിനുശേഷം അദ്ദേഹം എടോ താൻ പോടോ എന്ന നിലയിലൊക്കെ പിന്നീടങ്ങ് പറയുന്നത് നമുക്ക് പറയാൻ നാണമുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നില്ല. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, ഇപ്പോൾ MLA ആണ്, അമ്പലപ്പുഴയുടെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ മാധ്യമപ്രവർത്തകൻ എന്ത് ചോദ്യം ചോദിച്ചാലും ഇഷ്ടമില്ലെങ്കിൽ അത് അവഗണിച്ചു വിടുക എന്നല്ലാതെ ഈ വിധത്തിൽ പെരുമാറുന്നത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ രീതിയിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് വലിയ കഷ്ടമാണെന്ന്. ഇത് ആദ്യത്തെ ഒരു വശം. ഇനി രണ്ടാമത്തെ ഒരു വശമുണ്ട് കേട്ടോ. ഈ മാധ്യമ പ്രവർത്തന രീതിയിൽ വലിയ കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഒരു ശീലമുണ്ട്. എവിടെ നേതാക്കളെ കണ്ടാലും ഉടനെ ഈ കൊമ്പും കോലും ഈ ക്യാമറയുമായി ഓടിച്ചെല്ലുക, അവരുടെ സമയമോ സന്ദർഭമോ ഇതൊന്നും നോക്കാതെ, അവരുടെ ഒരു പെർമിഷനോ ഒന്നും ചോദിക്കാതെ അങ്ങ് കയറി അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ ഒരു മൂഡ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചവർ കാര്യങ്ങൾ പറയുകയല്ല, അല്ലെങ്കിൽ സാർ ഒരു ബൈറ്റ് തരുമോ എന്ന് ചോദിച്ച് അവരുടെ പെർമിഷൻ ചോദിക്കുകയല്ല, അങ്ങ് കയറി ചെല്ലുകയാണ്. ഇന്ന് തന്നെ ഡൽഹിയിലൊരു സംഭവം ഉണ്ടായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ അദ്ദേഹം കാറിൽ കയറാൻ പോകുന്ന സമയത്ത് ആ ഡോർ അടയ്ക്കുന്ന വേളയിൽ ഒരു റിപ്പോർട്ടർ ഈ ഡോറിൻ്റെ ഇടയിൽ കൂടെ അവരുടെ മൈക്ക് നീട്ടുകയാണ്. അദ്ദേഹത്തിന് ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. ഈ ഡോർ അടച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇല്ല അടയ്ക്കുന്നില്ല. 80 വയസ്സിലധികം പ്രായമുള്ള പിണറായി വിജയൻ ആ കാറിൽ കയറി ഒരു കാലെടുത്ത് അതിലേക്ക് വെക്കുന്നതിന് മുമ്പ് ആരോ ഈ വാർത്ത ശേഖരിക്കാനുള്ള തിടുക്കത്തിൽ ആ കാറിൻ്റെ ഡോർ അമർത്തി അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പിണറായി വിജയന് ദേഷ്യം വരുന്നതും ഈ മറുപടി പറയുന്നതും. ഒരു കാലം അദ്ദേഹം അപ്പോഴും നിലത്ത് വെച്ച് വീണ്ടും കാറിലേക്ക് കയറ്റി വയ്ക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സമയവും സന്ദർഭവും അറിയാതെ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാനും അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കാനും നോക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ മാധ്യമപ്രവർത്തന രീതിയെ തരം താഴ്ന്ന രീതിയിലേക്ക് മാറ്റുന്നതിൽ എന്താണ് സംഭവിച്ചത് ഈ മാധ്യമപ്രവർത്തകർക്ക് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത്തരം മാധ്യമപ്രവർത്തന രീതികൾ ശരിയാണോ എന്നുള്ളത് ഈ മാധ്യമ മുതലാളിമാരും മാധ്യമ പ്രവർത്തകരും ചിന്തിക്കേണ്ടതാണ്. സംഗതി അവർ തമ്മിൽ മത്സരമൊക്കെ ഉണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ, ഏറ്റവും വേഗത്തിൽ, ഏറ്റവും പുതിയ വാർത്തകളൊക്കെ എത്തിച്ച് തങ്ങൾ ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ ഇന്ന ചാനൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ പരസ്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർക്ക് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും
കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു 80 വയസ്സിന് മേലെയായി, അദ്ദേഹത്തിൻ്റെ പ്രായം ഉണ്ടാവും, അദ്ദേഹത്തിന് ഇപ്പോൾ ചടിലമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പോലെ ഓടി നടന്ന് പൂക്കിത്തരൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിലാക്കണം, അദ്ദേഹത്തോട് കൈകാര്യം ചെയ്യുന്നതും ഈ പിണറായി വിജയനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും 2 ലെവൽ തന്നെ ആയിരിക്കണം. അതിൻ്റെ മര്യാദ പുലർത്തേണ്ടതുണ്ട്. കാലോചിതമായ മാറ്റം ഈ മാധ്യമ പ്രവർത്തന രംഗത്തും വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്. അതേസമയം ഈ നേതാക്കളും വാക്കുകൾ ഉപയോഗിക്കും വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അവരും മനുഷ്യരാണ്, മാധ്യമപ്രവർത്തകരും മനുഷ്യരാണ്, അവരും നമ്മളെപ്പോലെയാണ്. അവർ അവരുടെ ജോലിയുടെ ഭാഗമായി ചില ചോദ്യങ്ങൾ നിർബന്ധപൂർവ്വമൊക്കെ ചോദിക്കേണ്ടി വരികയായിരിക്കാം. അതിനോട് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.